Hi friends, welcome back to Happy Life TV. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റിയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം പറയുന്നത്. എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ ആവശ്യമായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ ഒരു വടക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ യുവാക്കൾക്ക് വേണ്ടി, അതായത് 10-40 വയസ്സ് വരെ പ്രായമുള്ള, 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഒരാളെ വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ചെറിയ കച്ചവടക്കാരനാണ്. എന്ത് കച്ചവടമാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കൂൾ ബാറും ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെയും കടയാണ്. എത്ര വലിപ്പമുള്ള കടയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ഷട്ടറുള്ള കടയാണ്. ഞാൻ ചോദിച്ചു, സ്റ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, സ്റ്റാഫൊന്നും ഇല്ല. ഞാൻ അയാളോട് പറഞ്ഞു, ആദ്യം തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കട 2 ഷട്ടറുള്ള അല്പം കൂടെ വലിയ ഒരു കടയായിട്ട് നിങ്ങൾ മാറ്റുക. എന്നിട്ട് ഒരു സ്റ്റാഫിനെ കൂടെയൊക്കെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഒരു 5 വർഷം കൊണ്ട് ഇതേപോലെയുള്ള മറ്റ് 4 കടകൾ കൂടെ തൊട്ടടുത്ത ഏതെങ്കിലുമൊക്കെ ടൗണുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ 5 ഷോപ്പിൻ്റെ ഓണറായി, ഒരു 8-10 സ്റ്റാഫിൻ്റെ ഓണറായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു MD ആയിട്ട് നിങ്ങൾക്ക് മാറാം. നിങ്ങളുടെ വരുമാനവും ഒരുപാട് ഇരട്ടി വർദ്ധിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞ സമയത്ത് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ, കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ പോരെ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യന് ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ പുരോഗതി ആവശ്യമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ മനസ്സ് കുഞ്ഞു മനസ്സാണ്. ആ കുഞ്ഞു മനസ്സിന് ആ മനസ്സിൽ 5 കടകൾ കൊള്ളാനുള്ള വലിപ്പം ആ മനസ്സിൽ ഇല്ല എന്നുള്ളതാണ്. നിലവിൽ അയാളുടെ മനസ്സ് വെച്ചിട്ട് 5 കടകൾ ആ മനസ്സിന് ഉൾക്കൊള്ളാനുള്ള വലിപ്പം ആ മനസ്സിനില്ല. അയാളുടെ മനസ്സ് വിശാലമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ലക്ഷ്യം നേടുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകളോട് വലിയ ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. എന്തുകൊണ്ട് ഇങ്ങനെയായി നമ്മൾ മനസ്സ് ചെറുതായി എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത് നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈലിൽ വന്ന പ്രശ്നങ്ങളാവാം, പല നെഗറ്റീവ് കമൻസിൽ നിന്നുള്ള പ്രശ്നങ്ങളാവാം, കഴിഞ്ഞ കുറേ കാലത്തുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ സ്വയം എത്തിയിട്ടുള്ള ഒരു അവസ്ഥയാകാം. എങ്ങനെയാണെങ്കിലും ഈ മനസ്സ് വലുതാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനിലൂടെയും അതേപോലെ തന്നെ അഫേർമേഷനിലൂടെയും അതേപോലെ ഇന്നർ ചേഞ്ച് തെറാപ്പികളിലൂടെയും ഒക്കെ നമുക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്, സ്വയം മാറ്റിയെടുക്കാവുന്നതാണ്. എന്തുകൊണ്ട് എനിക്കിത് നേടാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവും അതിലുള്ളൊരു പരിഹാരവുമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉയർന്ന വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV. താങ്ക് യു വെരി മച്ച്.